അപ്പൊ നമ്മള് ഈ കോണ്ടസയുടെ തന്നെ നമുക്ക് കുറച്ച് കാര്യങ്ങളും അതിൻ്റെതായിട്ട് ചെയ്യേണ്ടതായിട്ടുള്ള അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് പ്ലാൻ ചെയ്തിട്ട് വേണം ചെയ്യാൻ. അപ്പൊ നമ്മുടെ പാലക്കാടിൽ തന്നെ നമ്മുടെ വിന്റേജ് വെഹിക്കിളിന്റെ വർക്കിന്റെ മെയിൻ ഉസ്താദുകളായിട്ടുള്ള, അതായത് മെയിൻ ആയിട്ട് സ്റ്റോക്ക് ചെയ്ത് ചെയ്യുന്ന നമ്മുടെ പാലക്കാടിൻ്റെ ഒരു സ്ഥലമുണ്ട്. അതായത് വിന്റേജ് ആൻഡ് ക്ലാസിക് ഓട്ടോമൊബൈൽസ് RR, അതായത് നമ്മുടെ രാജേഷ് സാറിനെയാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഈ വണ്ടികളൊക്കെ ഒന്ന് കാണിച്ചു തരാം. ഇതൊക്കെ അവരുടെ കളക്ഷനാണ് കേട്ടോ. അതായത് വിന്റേജ് വെഹിക്കിളിന്റെ കളക്ഷനാണ്, ഒന്നല്ല ഒരുപാട് കളക്ഷൻ ഇവിടെ ഉണ്ട്. ഒരുപാട് വണ്ടികൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് വണ്ടികൾ. ഇതൊക്കെ നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്ത് പരിചയമുള്ളവർക്കും അത് അറിയാവുന്നവർക്കും മാത്രമേ അത് അറിയുള്ളൂ. ഓക്കെ, നമുക്കിപ്പോൾ ഓൾമോസ്റ്റ് എല്ലാം ഒന്നും നമുക്കറിയില്ല. നല്ല രീതിയിൽ കളക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ കോണ്ടസ ആണെങ്കിൽ കോണ്ടസ ഒരുപാട് കളക്ഷൻ ഉണ്ട്. പിന്നെ നമുക്ക് പേര് പോലും പറയാറിയാത്ത ഒരുപാട് വണ്ടികളുണ്ട്. അപ്പോൾ നമുക്കൊന്നകത്ത് പോവാം. രാജേഷേട്ടനെ കണ്ട് നമുക്ക് അതിന് കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് സംസാരിക്കാം. ഹലോ, അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് നിൽക്കുന്നത് പാലക്കാട് RR വിന്റേജ് ഗ്രൂപ്പിന്റെ ഫ്രണ്ടിലാണ്. അപ്പൊ ഇവിടെ നമുക്ക് ഒരുപാട് വെഹിക്കിൾസ് നമുക്ക് റീസ്റ്റോറേഷൻ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓരോ വെഹിക്കിൾസിന്റെ റീസ്റ്റോറേഷൻ ഒക്കെ എങ്ങനെ നടക്കും നമുക്ക് നോക്കാം. അതുപോലെ തന്നെ നമുക്ക് കോണ്ടസയുടെ കുറെ സ്പെയർസും കാര്യങ്ങളും കൂടി നമുക്ക് കളക്ട് ചെയ്യാനുണ്ട്. അപ്പോൾ നമ്മൾ നിൽക്കുന്നത് പാലക്കാട് RR വിന്റേജ്. അതിന്റെ നമ്പർ കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുക്കുന്നുണ്ട്. വിന്റേജ് വെഹിക്കിൾസിന്റെ രജിസ്ട്രേഷനോ കാര്യങ്ങളോ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഈ നമ്പറിൽ ബന്ധപ്പെടുക. അപ്പൊ എല്ലാവരും ഈ വീഡിയോ കാണാൻ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ ഇതാണ് നമ്മുടെ ഗാരേജ്. ഇവിടെ ഒരുപാട് വിന്റേജ് വെഹിക്കിൾസ് ഉണ്ട്. അപ്പൊ നമ്മൾ ഈ കാണുന്നൊക്കെ വോൾസ്ലെ എന്നുള്ള ഒരു ടൈപ്പ് വണ്ടിയുടെ ഒരു ബോഡിയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഒരുപാട് കൺവേർഷനും കാര്യങ്ങളും അതിന്റെ വർക്കും ഇവിടെ നടക്കുന്നുണ്ട്. അതേപോലെ അതിന്റെ തൊട്ടപ്പുറത്തും ഒരുപാട് വിന്റേജ് വെഹിക്കിൾസ് ഉണ്ട് കേട്ടോ. ടോട്ടൽ ഒരുപാട് കളക്ഷൻ ഉണ്ട്. നമ്മൾക്കൊന്നും ചിന്തിക്കാൻ പറ്റാവുന്നതിന് അപ്പുറം കളക്ഷൻസ് അവിടെ ഉണ്ട്. അത് കുറച്ചൊക്കെ റീസ്റ്റോറേഷന് വേണ്ടി വന്ന വെഹിക്കിൾസും ഉണ്ട്. അതേപോലെ തന്നെ അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതും അവരുടേതായിട്ടുള്ള കളക്ഷനും അതിനകത്തുണ്ട്. ഈ വണ്ടിയൊക്കെ ഫുൾ ഹോൾ പാച്ച് വർക്കാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിന്റെ പ്ലാറ്റ്ഫോമും അതൊക്കെ ഒറിജിനാലിറ്റി എന്താണോ കട്ടിങ് അതേ ലെവലിലാണ് അവർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ബോഡി പാനലും കാര്യങ്ങളൊക്കെ അതേപോലെ തന്നെ ഒരുപാട് ടിങ്കേഴ്സ് അവിടെ നിന്നിട്ടാണ് ഇത് കംപ്ലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നല്ല രീതിയിൽ പെർഫെക്ഷൻ ഉള്ള ഒരു വർക്കാണ് നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നത്. മെയിനായിട്ട് എന്താ വെച്ചാൽ ഡെഡിക്കേഷൻ, ടോട്ടലായിട്ട് അതിന്റെ പാർട്സ് കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്യാന്ന് തന്നെ ഒരു ഡെഡിക്കേറ്റഡ് വർക്കാണ്. ഒരുപാട് അതിന്റെ കോൺടാക്ട്സ് ഉണ്ടെങ്കിൽ ഇതെല്ലാം ചെയ്തെടുക്കാൻ പറ്റും. ഈ വണ്ടിയൊക്കെ റീസ്റ്റോർ ചെയ്ത് വരുമ്പോൾ നല്ലൊരു എക്സ്പെൻസും അവിടെ വരുന്നുണ്ട്. അപ്പോൾ ഓരോ ചിലവര് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വണ്ടിയോടുള്ള ഇഷ്ടം കൊണ്ടാണ് റീസ്റ്റോറേഷന് വേണ്ടിയിട്ട് അങ്ങനെ വിടുന്നതും. ഈ പാർട്സ് കളക്ട് ചെയ്യാന്നുള്ളത് വലിയൊരു ടാസ്ക് തന്നെയാണ്. ഒരുപാട് കോൺടാക്ട്സ് ഉണ്ടെങ്കിൽ ഡൽഹി, ബോംബെ, ചെന്നൈ, കൊൽക്കത്ത അങ്ങനെ ഒരുപാട് ഒരു കണക്ഷൻ ഉണ്ടെങ്കിൽ ചെയ്യാൻ കഴിയുള്ളൂ. ഇതിപ്പോ ഓസ്റ്റിന്റെ ഒരു വണ്ടിയാണ് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതും റീസ്റ്റോറേഷൻ ആണ്. ഓൾമോസ്റ്റ് നല്ല ഫിറ്റ്മെന്റ്സും കാര്യങ്ങളും എല്ലാം ഒറിജിനാലിറ്റി തന്നെ അതിനകത്തുണ്ട്. അപ്പൊ അതൊക്കെ നല്ലോണം എനിക്ക് തോന്നുന്നു നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് പിന്നീട് അത് ഒരു സ്റ്റോക്ക് കണ്ടീഷൻ അങ്ങനെ വെച്ചിരിക്കുന്ന ഒരു വെഹിക്കിളാണ്. അപ്പൊ ഇതൊക്കെ വർക്ക് കഴിയുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ഒറിജിനാലിറ്റി അതിൽ വരും. പിന്നെ നമുക്കിപ്പോ ഈ കാണുന്നതും അതേപോലെ തന്നെ റീസ്റ്റോറേഷൻ വർക്ക് ഇതൊക്കെ എനിക്ക് തോന്നുന്നു ഒരുപാട് അത്രയും നല്ലൊരു കണ്ടീഷനല്ല അവിടെ എത്തിപ്പെട്ടിട്ടുണ്ടാവുക. ഇതെല്ലാം അവർ ഒറിജിനാലിറ്റി എങ്ങനെയാണോ ഓരോ ഫോട്ടോസും ചെക്ക് ചെയ്ത് അതേ രീതിയിൽ തന്നെ അത് മോൾഡ് ചെയ്തിട്ടാണ് അവർ ഓരോ പാനലിങ്ങിനും കാര്യങ്ങളും എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് പേര് ഡെഡിക്കേറ്റഡ് ആയിട്ട് അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. ഈ ഒരു RR വിന്റേജിന്റെ അടുത്ത് നോക്കുമ്പോൾ അവർ പ്രോഫിറ്റ് അല്ല മെയിനായിട്ട് മോട്ടീവായിട്ട് എടുക്കുന്നത്. അവരും ആക്ച്വലി അതിന്റെ ഓണറും ഇതേപോലെ തന്നെ കളക്ഷനിൽ വളരെ താല്പര്യമുള്ള ഒരു വ്യക്തിയാണ്. അപ്പൊ അവർ ഒരുപാട് കാലം അതിന്റെ പിന്നിൽ സ്പെൻഡ് ചെയ്തിട്ടാണ് ഇങ്ങനെ ഒരു ഗാരേജ് എന്നുള്ളൊരു കൺസെപ്റ്റിലേക്കും വന്നിട്ടുള്ളത്. അപ്പൊ അവരുടെ അടുത്തും ഒരുപാട് കൊടുക്കാനല്ലാത്തതായിട്ട് അവരുടേതായിട്ട് തന്നെ നല്ല രീതിയിൽ ഒരു കളക്ഷനും കാര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ടാവും. ഇപ്പൊ നമ്മൾ ഈ കാണുന്ന ഒരു പ്രോപ്പർ റീസ്റ്റോറേഷൻ കഴിഞ്ഞിട്ടുള്ള ഒരു അംബാസഡർ ആണ്. അത് ഈ അംബാസഡർ എന്ന് വെച്ചാൽ ഗ്രാൻഡിൽ നിന്ന് അവർ കൺവേർട്ട് ചെയ്ത് ആക്ച്വലി എന്താണോ അതിന്റെ ഒറിജിനാലിറ്റി ലുക്ക് എന്ന് വെച്ചാൽ അതേ രീതിയിൽ അവർ കൺവേർട്ട് ചെയ്തിരിക്കുന്നതാണ്. ഇതും അവരുടെ ഒരു ഓണറുടെ ആവശ്യപ്രകാരം റീസ്റ്റോർ ചെയ്തിട്ടുള്ള ഒരു വെഹിക്കിളാണ്. ടോട്ടലായിട്ട് പിന്നെ ഒറിജിനാലിറ്റിയിലുള്ള കംപ്ലീറ്റ് നിക്കിൾ ബീഡിങ്ങും അതേപോലെ തന്നെ അതിന്റെ ബമ്പർ ലൈറ്റ് കാര്യങ്ങൾ എല്ലാം തന്നെ അതേ സ്റ്റോക്ക് കണ്ടീഷനിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. പെയിന്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും പെർഫെക്ഷനോട് കൂടിയിട്ടാണ് ചെയ്തിരിക്കുന്നത്. പോരാത്തിന് ഗ്രാഫിൻ കോട്ടിങ് അങ്ങനെ എല്ലാ കാര്യങ്ങളും അതിൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് എല്ലാ ലെയേഴ്സ് ആയിട്ട് നമുക്ക് നോക്കുമ്പോഴും അതിന്റെ ബാഡ്ജിങ്ങും കാര്യങ്ങളും എല്ലാം ഒറിജിനാലിറ്റി തന്നെയാണ് അവർ ചെയ്തിരിക്കുന്നത്. പിന്നെ ആ കളറും അത്രയും നല്ല അട്രാക്ഷൻ ഉണ്ട്. ഈ വീഡിയോയിൽ കാണുന്നതിനെക്കാട്ടിലും നമ്മൾ നേരിട്ട് കാണുമ്പോൾ നല്ല രീതിയിൽ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു കളറാണ് ആ വെഹിക്കിളിന് കൊടുത്തിട്ടുള്ളതും. അതിന്റെ ഇന്റീരിയർ ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഈ വണ്ടിയുടെ ബോണറ്റും അതേപോലെ തന്നെ അതിന്റെ ഫ്രണ്ട് പാനലിൽ കാണുന്ന എല്ലാ നിക്ലിംഗ് ബാഡ്ജസും അവിടുന്ന് RR വിന്റേജിന്റെ കളക്ഷൻ തന്നെ എടുത്തിട്ടുള്ളതാണ്. അതിന്റെ മോണോഗ്രാമും എല്ലാ കാര്യങ്ങളും ആ ഒറിജിനാലിറ്റി എന്താണോ ആ പണ്ടത്തെ ഒറിജിനാലിറ്റി എന്താണോ അതേപോലെയാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ സീറ്റ് കവേഴ്സ് ഒക്കെ അത്രയും നന്നായിട്ടാണ് സീറ്റും കാര്യങ്ങളെല്ലാം മോൾഡ് ചെയ്തെടുത്തിരിക്കുന്നത്. പിന്നെ അതിന്റെ മീറ്റർ കൺസോളില്
അതിന്റെ ഒറിജിനൽ മീറ്റർ അന്ന് കാലത്ത് ഇറങ്ങിയിട്ടുള്ള ഫസ്റ്റ് സീരീസിൽ ഇറങ്ങിയിട്ടുള്ള ഒറിജിനൽ മീറ്റേഴ്സ് കാര്യങ്ങളൊക്കെ അതേപോലെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. സീറ്റ് കവേഴ്സ് ഈ കാണുന്ന പോലെ തന്നെ നല്ല ഒരു കംഫർട്ട് തന്നെയാണ് അവർ ചെയ്തിട്ടുള്ളത്. അപ്പൊ അതെല്ലാം നല്ലൊരു വർക്കാണ്, അതെല്ലാം ചെലവുള്ളൊരു കാര്യമാണ്. അവർ ആ ഒരു ഡെഡിക്കേഷനോട് കൂടി തന്നെയാണ് വർക്ക് ചെയ്തിട്ടുള്ളത്. പെയിന്റിങ്ങിന്റെ ക്ലാരിറ്റി എല്ലാം നമുക്ക് ഈ വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ അത്രയും ക്ലിയർ ആയിട്ടാണ് അവർ ചെയ്തിട്ടുള്ളത്. പിന്നെ മാർക്ക് 2 ആണ്, ആ ഒരു ബാഡ്ജിങ്ങിലാണ് ഇപ്പോൾ ഇവർ ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഈ വെഹിക്കിളിന്റെ ഇന്റീരിയർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ HM അതായത് ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സിന്റെ അതേ ഒരു സ്റ്റിയറിംഗ് വീലൊക്കെ പ്രോപ്പർ ആയിട്ട് തന്നെ അവർ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ചുരുക്കത്തിൽ പറഞ്ഞാൽ മാർക്ക് 2 ബാഡ്ജിങ്ങിനുള്ള നല്ല ക്വാളിറ്റിയിൽ റീസ്റ്റോർ ചെയ്തിട്ടുള്ള ഒരു അംബാസഡർ ആണ് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി നമ്മൾ കാണുന്ന ബെൻസിന്റെ 230D, ഇതും നമുക്ക് നെക്സ്റ്റ് ഡെലിവറിക്കായിട്ട് നിൽക്കുന്ന വെഹിക്കിളാണ്. ഇതിന്റെ വർക്കും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്ത് നെക്സ്റ്റ് ഡേ ഡെലിവറിക്കായിട്ട് നിൽക്കുന്ന വെഹിക്കിളാണ്. അപ്പൊ ഇതിന്റെ ഫൈനൽ ഫോട്ടോസും കാര്യങ്ങളും എടുക്കാനാണ് ഇപ്പൊ ഈ വണ്ടി വന്നിരിക്കുന്നത്. നല്ല ക്വാളിറ്റി വർക്കാട്ടോ ഇതും. അതേപോലെ തന്നെ അതിന്റെ ഓരോ ഫിറ്റ്മെന്റ്സും എടുത്തെടുത്ത് വർക്ക്ഔട്ട് ചെയ്തിട്ടാണ് അവർ കറക്റ്റ് ചെയ്തിരിക്കുന്നത്. ഇഞ്ചൻ തൊട്ട് ഇന്റീരിയർ അതേപോലെ തന്നെ എക്സ്റ്റീരിയർ എല്ലാ വർക്കും അവർ ചെയ്തിട്ടുണ്ട്. പെയിന്റിങ് പെർഫെക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. അതിന് ഓരോ പാർട്സും അവർ അത്രത്തോളം കറക്റ്റ് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. എല്ലാ ലെയേഴ്സും പ്രോപ്പർ ഇൻസ്റ്റലേഷൻ ആണ്. അതിന്റെ ഓരോ ഭാഗവും ഇഞ്ചൻ റൂം ആയിക്കോട്ടെ ഇന്റീരിയർ ആയിക്കോട്ടെ എല്ലാം വീൽ കപ്പ് കാര്യങ്ങൾ ഇതെല്ലാം അറേഞ്ച് ചെയ്തിട്ടാണ് സ്റ്റോക്ക് കണ്ടീഷൻ തന്നെ ചെയ്തിട്ടുള്ളത്. ഇത് നല്ല കാണാൻ ഒരു അത്രത്തോളം ഒരു ഭംഗിയുള്ള ഒരു വെഹിക്കിൾ ആയിരുന്നു. ഇതിന്റെ ഇന്റീരിയേഴ്സ് ഒക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവ് ആണ്, നല്ല ക്വാളിറ്റി ഉള്ള ഒരു ഇന്റീരിയേഴ്സ് ആണ് ഈ വെഹിക്കിളിന്റെയും. അതേപോലെ അതിന്റെ എഞ്ചിൻ റൂമൊക്കെ നോക്കുകയാണെങ്കിൽ പുതിയ വണ്ടി എങ്ങനെയാണോ വർക്ക് ചെയ്തിട്ടുള്ളത് അതേപോലെയാണ് ചെയ്തിരിക്കുന്നത്. കൂളൻ ടാങ്ക് അതേപോലെ തന്നെ പുതിയ ബാറ്ററി നിക്കിൾ ചെയ്തിട്ടുള്ള ഇഞ്ചിന്റെ എക്സ്റ്റീരിയേഴ്സ് നല്ല ക്വാളിറ്റി വെഹിക്കിൾ ആട്ടോ. അപ്പൊ നമ്മൾ ഈ കാണുന്നതൊക്കെ ഇങ്ങനെ കൂട്ടി ഇട്ട് വെച്ചിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കണക്കാക്കണം എത്ര വാല്യൂ ഉള്ള സാധനങ്ങളാണ് ഇവിടെ ഇട്ടിരിക്കുന്നത് എന്നുള്ളത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഓരോ വണ്ടിക്കും അതിൻ്റെതായിട്ടുള്ള മൂല്യങ്ങളുണ്ട്. ഒരുപാട് ആളുകൾ ആഗ്രഹിച്ചും അതേപോലെ പണ്ട് ഒരുപാട് വണ്ടി ഇറങ്ങിയ കാലഘട്ടം മുതലുള്ള വെഹിക്കിൾസ് ഇവിടെ ഉണ്ട്. അതിനൊക്കെ നമുക്ക് ഓരോ വണ്ടിക്കും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതിൻ്റെ 10 ഇരട്ടിയായിരിക്കും ഇതിന്റെ എല്ലാം വർക്ക് കഴിഞ്ഞാലുള്ള അതിന്റെ മൂല്യം എന്ന് പറയുന്നത്. അത്രയും ഒറിജിനാലിറ്റി എല്ലാ ഫിറ്റിങ്സും ഉള്ള വണ്ടികളാണ്. അതൊക്കെ ഓരോ സ്ഥലത്ത് ഈ പറഞ്ഞ പോലെ യൂസ് ചെയ്യാതെ ഇട്ടിട്ടും അതേപോലെ വലിയ 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 പൈസക്കാരുടെ വീട്ടിലൊക്കെ ആയിരിക്കും ഇതൊക്കെ ഓരോ നിൽക്കുന്നുണ്ടാവാം. പിന്നെ ഈ മെറ്റഡോസ് ഒക്കെ അതൊരു വലിയ കഥയാണ്. അത് ഞാൻ ചോദിച്ചിരുന്നു. അത് ഒരു പാർട്ടിയുടെയാണ്, അതായത് ഒരു പാർട്ടിയുടെയാണ് ആ വണ്ടിയെല്ലാം. അതായത് അദ്ദേഹം മാനേജറായിരുന്ന സമയത്ത് ഓരോന്നും സെയിൽസ് നടത്തിയ വാഹനങ്ങളിലെ ആ ഒരു പങ്ക് അത്രയും വണ്ടികളാണ് ഈ വന്ന് കിടക്കുന്നത് റീസ്റ്റോറേഷന്. അയാളുടെ ത്രൂ ആ ഒരാളുടെ ത്രൂ പോയ വണ്ടികളുടെ. അപ്പോൾ വിന്റേജ് വെഹിക്കിൾസിനെ ഇഷ്ടപ്പെടുന്നവർക്കും വിന്റേജ് വെഹിക്കിൾസിൻ്റെതായിട്ടുള്ള സ്പെയർസോ കാര്യങ്ങളോ റീസ്റ്റോറേഷൻ എന്താവശ്യങ്ങൾക്കായിട്ടും ഞാൻ ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുക്കുന്ന അവരുടെ കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെട്ട എന്ത് സഹായവും ചെയ്തു തരുന്നതായിരിക്കും. അപ്പോൾ ഈ ചെറിയൊരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നതായിരിക്കും. ബൈ.